മുതിർന്ന നേതാക്കളായ വി കുഞ്ഞികൃഷ്ണന് പിന്നാലെ ടി കെ ഗോവിന്ദനുമാണ് ഇപ്പോൾ പാർട്ടിക്ക് തലവേദനയാകുന്നത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഇരു നേതാക്കളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സര രംഗത്തുണ്ടാകും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇരുവർക്കും UDF പിന്തുണ കൂടി പ്രഖ്യാപിച്ചാൽ മത്സരം കൂടുതൽ കടുക്കുന്നതായിരിക്കും. CK വിജയൻ തുടരുന്നുണ്ട്. CK ഇപ്പോൾ മാതൃഭൂമി.comനോട് പ്രതികരിച്ചതാണ് നമ്മൾ കേട്ടത്. 2021 MB ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിത്വം, അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ശിവദാസനെ മാറ്റിയ എന്നതാണ് തുടങ്ങിയ കാര്യങ്ങൾ, കൂടുതൽ ആരോപണങ്ങളൊക്കെ തന്നെയും മുന്നിലേക്ക് വരുന്നുണ്ട്. ശരിക്കും എന്താണ് കണ്ണൂരിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിൽ കളം നിറഞ്ഞ CPM-ന് പക്ഷേ കണ്ണൂരിൽ നിന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നതൊരു അപ്രതീക്ഷിത തിരിച്ചടി തന്നെയാണ്. അപ്പോൾ പാർട്ടി കോട്ടയിൽ ഇങ്ങനെ ഇളക്കം തട്ടുന്നത് അത്ര വേഗത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമാണോ, അല്ലെങ്കിൽ ഒന്നും തന്നെ പറയാതെ ഇങ്ങനെ സൗമ്യമായി നീങ്ങാൻ ഇനി CPM-നെ കൊണ്ട് സാധിക്കുകയില്ലല്ലോ? മറുപടി പറയേണ്ടി വരില്ലേ എല്ലാത്തിലും? തീർച്ചയായും വേണ്ടിവരും. കാരണം സംഘടനാപരമായും അത് രാഷ്ട്രീയപരമായും എല്ലാം തന്നെ CPM-ന് വലിയ ബാധ്യതയാണ്. ഏറ്റവും ഒടുവിൽ ഈ TK ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനവും അതിലെ പ്രധാനപ്പെട്ട ആരോപണങ്ങളും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കേണ്ടി വരും, സംഘടനാപരമായി നടപടിയെടുക്കേണ്ടി വരും. ആ നടപടി മിക്കവാറും ഇന്ന് തന്നെ ഉണ്ടാകും. അതൊരു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറിയോ അല്ലെങ്കിൽ അതിനേക്കാളും മുതിർന്ന നേതാക്കന്മാരോ ഇക്കാര്യം അറിയിക്കുമോ എന്നതാണ് അറിയാനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയമായി നേരിടുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. മലപ്പട്ടത്ത് TK ഗോവിന്ദനെതിരെ ഇന്നലെ വൈകിട്ടോടുകൂടി പ്രകടനം നടത്തി. അവിടെ ഈ സംഭവം അറിഞ്ഞ് അധികം വൈകുന്നതിന് മുൻപേ അവിടെ പാർട്ടി യോഗം ചേർന്നു. ഇത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പ്രതികരണങ്ങൾ നടത്തുന്നത്. സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമാണ്. TK ഗോവിന്ദൻ്റെ നെറ്റിയിൽ ഒരു കൈപ്പത്തിയൊക്കെ വെച്ച ചിത്രം, വർഗവഞ്ചകൻ, ചതിയൻ എന്നതുൾപ്പെടെയുള്ള വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അതിനു പുറമെ അദ്ദേഹമാണ് ഈ മലപ്പട്ടത്തെ തകർത്തത്, അതിൻ്റെ വികസനം മുരടിപ്പിച്ചത് ഇദ്ദേഹമാണ്, പാലം, റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകിച്ചത് TK ഗോവിന്ദനാണ്. മകനും മരുമകൾക്കും മക്കൾക്കുമെല്ലാം ചേർന്ന് പാർട്ടി സ്ഥാനമാനങ്ങളും ജോലിയും വീതിച്ചു നൽകി. അതൊക്കെ ഒരു കുടുംബാധിപത്യത്തിലേക്ക് അദ്ദേഹമാണ് കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഫേസ്ബുക്കിലും മറ്റും പ്രചരണം നടത്തുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവിടെ TK ഗോവിന്ദന് അനുകൂലമായ വലിയ വികാരമുണ്ട് എന്നുകൂടി നമുക്ക് ഇതേ സമയത്ത് തന്നെ പറയേണ്ടി വരും. കാരണം TK ഗോവിന്ദൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് അത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വലിയൊരു ഭാഗം ചെലവഴിച്ചത് ഈ പറയുന്ന മലപ്പട്ടം, ശ്രീകണ്ഠാപുരം, മയ്യിൽ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ അത്ര എളുപ്പത്തിൽ CPM ഉദ്ദേശിക്കുന്ന അത്ര എളുപ്പത്തിൽ ഈ മുറിവ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഉണക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അതിൻ്റെ പ്രതിഫലനങ്ങളെല്ലാം തന്നെ ഈ മണ്ഡലത്തിൽ ഉണ്ടാകും. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം അവിടെ നേരത്തെ മുതൽ തന്നെ ഒരു സ്ഥാനാർത്ഥിയുടെ പേരിൽ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ പൊടുന്നനെ മാറ്റി TK ഗോവിന്ദനെ സ്ഥാനാർത്ഥിയാക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സംഘടനാപരമായി കോൺഗ്രസിൻ്റെ അകത്ത് അല്ലെങ്കിൽ ലീഗിനകത്ത് എല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിള്ളലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു നിഗമനം കൂടി അവിടെ ഉയരുന്നുണ്ട്. ഏതായാലും തളിപ്പറമ്പ് മണ്ഡലം ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇന്നത്തെ AICCയുടെ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് തന്നെ തളിപ്പറമ്പ് മണ്ഡലം സംബന്ധിച്ച ഒരു തീരുമാനമുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മിക്കവാറും TK ഗോവിന്ദൻ മാസ്റ്റർ തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി. അതുകൊണ്ടൊരു പാർട്ടി വിമതനും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയും തമ്മിലുള്ള നേരിട്ട ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ മത്സരം ഈ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നടക്കും. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, PK ശ്യാമളയ്ക്കെതിരെ ഈ മണ്ഡലത്തിൽ അതിശക്തമായ വികാരങ്ങളുണ്ട്. പ്രത്യേകിച്ച് പാർട്ടിയുടെ അടിത്തട്ടിൽ അത് പ്രത്യക്ഷത്തിൽ പാർട്ടിക്കെതിരെയുള്ള വിമർശനങ്ങളായോ പ്രവർത്തനങ്ങളായോ രംഗത്ത് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ എതിർപ്പും വിമർശനങ്ങളും എല്ലാം തന്നെ മണ്ഡലത്തിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് വളരെ ക്രൂഷ്യലായ ഒരു തെരഞ്ഞെടുപ്പാണ് തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും CK